നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ന്യൂ ചണ്ഡീഗറിലെ ആദ്യ അന്താരാഷ്ട്ര മത്സരമാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം T20 മത്സരത്തിൻ്റെ ടോസ് കഴിയുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമായി ടോസ് വീടിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ടീമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ അൺചേഞ്ച്ഡ് 11 കൊണ്ടാണ് ഇറങ്ങുന്നത്. സഞ്ജു സാംസൺ വീണ്ടും പുറത്ത് തന്നെ. ഇപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ ഗില്ല് മോശം പ്രകടനം തന്നെ നടത്തുന്നു, പക്ഷെ അദ്ദേഹം തുടരുന്നു. വൈസ് ക്യാപ്റ്റനായിട്ടുള്ള അദ്ദേഹം തുടരുകയാണ്. സൂര്യകുമാർ യാദവ് ടോസിൻ്റെ സമയത്ത് പറഞ്ഞത് ഡ്യൂ ഉണ്ടായിരുന്നു, വാമപ്പിൻ്റെ സമയത്ത് ഡ്യൂ ഉണ്ടായിരുന്നു. ഇതൊരു വണ്ടർഫുൾ ഗ്രൗണ്ടാണ്. ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലും വിമൻസ് ഗെയിമിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബോയ്സ് അവരുടെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കി ടീമിന് ആവശ്യമുള്ളത് നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ 175 എന്ന് പറഞ്ഞാൽ എബവ് പാറായിരുന്നു. ബൗളേഴ്സ് നല്ല രൂപത്തിൽ അവരുടെ ജോബ് ചെയ്യുകയും ചെയ്തു. ഹാർദിക് ടീമിന് നല്ലൊരു ബാലൻസ് കഴിഞ്ഞ കളി നൽകിയിട്ടുണ്ട്. അദ്ദേഹം പ്രഷർ നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്തു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓവേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീമിൻ്റെ കാര്യത്തിൽ നോ ചേഞ്ചസ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് 11 ഇങ്ങനെയാണ്: അഭിഷേക് ശർമ്മ, ശുഭ്മൻ ഗില്ല്, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ജിതേഷ് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദ്യൂബെ, അക്സർ പട്ടേൽ, അർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ. ഈഡൻ മർക്രം ടോസിന് സമയത്ത് പറഞ്ഞു ടോസ് കിട്ടുകയാണെങ്കിൽ അവർ ഫീൽഡ് ചെയ്യുമായിരുന്നു. വി വുഡ് ഹാവ് ഫീൽഡഡ് എന്നാണ്. ടോസ് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഫീൽഡ് ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷേ ടോസ് നഷ്ടമായി അവർ ബാറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു നല്ല വിക്കറ്റാണെന്നാണ് തോന്നുന്നത്. ഒരുപാട് ഇൻ്റർനാഷണൽ മത്സരങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ലെങ്കിലും നല്ലൊരു സ്കോർ ഞങ്ങൾക്ക് ഉണ്ടാക്കി അവരെ പ്രഷറിലാക്കാൻ പറ്റും, ഇന്ത്യയെ പ്രഷറിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് ഗെയിമിലെ കാര്യങ്ങൾ മാറ്റിവെച്ച് പീസ്ഫുള്ളി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒരു ബെറ്റർ എഫേർട്ട് ഇന്ന് നടത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നല്ലൊരു വി വിൽ ഗെറ്റ് ഫീഡ്ബാക്ക് ഓൺ സ്കോർസ് ആഫ്റ്റർ ഫ്യൂ അവേഴ്സ്. കുറച്ച് ഓവറുകൾ കഴിയുമ്പോൾ നമുക്ക് എന്താണ് സ്കോർ എന്നതിനെക്കുറിച്ചൊരു ഫീഡ്ബാക്ക് ലഭിക്കും. അത് എന്തായാലും ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ചേഞ്ചസ് ടീമിലുണ്ട്. അത് റൊട്ടേഷൻ കാരണം വരുത്തിയിട്ടുള്ള ചേഞ്ചസ് ആണ്. സ്റ്റെപ്സ്, മഹാരാജ്, നോർക്കിയ അവർ ഈ കളി കളിക്കുന്നില്ല. റീസയും ബാറ്റ്മാനും ലിൻഡയും വരും എന്ന് പറഞ്ഞാൽ 3 മാറ്റങ്ങളുമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക ഇറങ്ങുന്നത്. അപ്പോൾ അവരുടെ പ്ലേയിങ് 11 ക്വിൻ്റൻ ഡീകോക്ക്, റീസ ഹെൻഡ്രിക്സ്, എഡൻ മർക്രം, ഡേവിഡ് ബ്രവിസ്, ഡേവിഡ് മില്ലർ, ഡൊണോവൻ ഫെരീറ, ജോർജ് ലിൻഡെ, മാർക്കോ യെൻസന്, ലൂത്തോ സിപ്പാംല, ലുങ്കി എങ്കീഡി, ഓട്ട്നിയൽ ബാറ്റ്മാൻ. അപ്പോൾ ഇതാണ് അവരുടെ 11. ഏതായാലും ഒരു 200 റൺസിന് മേലെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി ഇവിടെ ഡിഫെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ IPL ഒക്കെ കണ്ടിട്ടുള്ളത്. സോ അതിന് താഴെ അവരെ ഒരു 160 170 ഒക്കെ സ്കോറിൽ പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യക്ക് അനായാസം വിജയിക്കാൻ പറ്റേണ്ടതാണ്. കാത്തിരിക്കാം നമ്മുടെ ടീമിൻ്റെ ബൗളിംഗ് പ്രകടനത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.